2001 ഇതിന് സമാനമൊന്നും ഞാൻ പറയുന്നില്ല. ഏതാണ്ട് ഇതോട് അടുത്ത ഒരു ജനവിധേയമായിട്ടാണ് ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായി വന്നത്. ആ കാലത്തും വലിയ ആരവവും ആദ്യ പിന്തുണയും എനിക്കുണ്ടായിരുന്നു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ ആരവങ്ങൾ കെട്ടടങ്ങി, മാധ്യമങ്ങൾ എനിക്കെതിരെ തിരിക്കും. കാരണം അന്നത്തെ ഗവൺമെന്റ് അന്നത്തെ സാഹചര്യത്തിന് പരിഹാരം ഉണ്ടാക്കാൻ എടുത്ത ചില കടുത്ത തീരുമാനങ്ങളായിരുന്നു. കേരളം സാമ്പത്തികമായി തകർന്ന് പാപ്പരായി. മുഖ്യമന്ത്രിക്ക് ഡൽഹിക്ക് പോകാൻ ഒരു എയർ ടിക്കറ്റ് നൽകാൻ പോലും ഇന്ത്യൻ എയർലൈൻസ് തടസ്സം നിന്നൊരു കാലഘട്ടത്തിൽ എല്ലാവരും കൊണ്ട് ആലോചിച്ച് ചില കടുത്ത തീരുമാനം എടുക്കേണ്ടി വന്നു. അതോടുകൂടി ആർപ്പുവിളിച്ചവരെല്ലാം തിരിഞ്ഞു. ആർപ്പുവിളിച്ച മാധ്യമങ്ങളെല്ലാം കല്ലെറിയാൻ തുടങ്ങി. ആ സാഹചര്യം ദയവ് ചെയ്ത് വി.ഡി. സതീശനും സഹപ്രവർത്തകർക്കും ഉണ്ടായി. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഒന്നിനു പിറകെ ഒന്നായി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സതീശന്റെ മനസ്സിൽ പല സ്വപ്നങ്ങളും കാണും. അത് പൂർണ്ണമായി എനിക്കറിയില്ല. എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപിക്കും. പക്ഷെ തുടക്കത്തിൽ ഒന്നിനു പിറകെ ഒന്നായി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കരുത്. കുറച്ച് മുണ്ടുമുറി കൊടുക്കേണ്ടി വരും, കുറച്ച് കൈപ്പിന്തിരി കുടിക്കേണ്ടി വരും. ആ ഘട്ടത്തിൽ കുറച്ചുകൂടി കേരളത്തിന് യാഥാർത്ഥ്യമുണ്ട്. കാരണം ഇത് പാപ്പരായ സംസ്ഥാനമാണ്. 2001 ഞാൻ മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തേക്കാൾ 10 ഇരട്ടി, അതിനേക്കാൾ 10 ഇരട്ടി കൂടുതൽ സാമ്പത്തികമായി തരിപ്പണമായ ഒരു സംസ്ഥാനമാണ്. ആർക്കും അറിയില്ല കേരളത്തിൽ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി. അത്ര തരിപ്പണമായി സംസ്ഥാനത്തെ ഒന്ന് കരകയറ്റാൻ സതീശന് സാവകാശം നൽകണം, സതീശനെ സഹായിക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥന. സതീശനും UDF-നും ഞാൻ എല്ലാ ആശംസകളും നേരുന്നു. ഞങ്ങളെ സംസാരിച്ചോളൂ. ഏതെങ്കിലും ഒരു നേതാവിന്റെ പിന്തുണ മാത്രം ഭരണാധികാരിക്ക് അതേക്കുറിച്ചൊക്കെ എന്നേക്കാൾ അനുഭവം സംബന്ധിച്ചു. കാരണം എന്നേക്കാൾ ജനങ്ങളോട് കൂടുതൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ഒരു പ്രത്യേകമായ സിദ്ധി എന്റെ സഹപ്രവർത്തകൻ സതീശനുണ്ട്. എന്നേക്കാൾ ജനങ്ങളെ ഡയറക്റ്റ് പുതിയ കാലഘട്ടത്തെ പുതുയുഗത്തിന്റെ, കാരണം അന്ന് പത്രങ്ങൾ മാത്രമേ ഉള്ളൂ, ഈ ചാനലും സോഷ്യൽ മീഡിയയും AI-യുമുള്ള ഈ കാലഘട്ടത്തിൽ പറ്റിയ നിലയിൽ ജനങ്ങളോട് ശരിക്കും സംവദിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവും കൂടി ഈ കാലഘട്ടത്തിലെ സുഹൃത്തുക്കൾ അദ്ദേഹം അതിനേക്കാൾ സോണിയാഗാന്ധിയുടെ ഉപദേശീകരിച്ച് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയാണ് വി.ഡി. സതീശനെ ഈ സ്ഥാനത്ത് നിയോഗിച്ചത്. ഞാൻ ആ തീരുമാനത്തെ പൂർണ്ണമായി പിന്താങ്ങുന്നു, സന്തോഷത്തോട് സ്വീകരിക്കുന്നു. സതീശന് എല്ലാവിധ പിന്തുണയും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അടുത്ത 5 വർഷക്കാലം കേരളത്തിന്റെ സുവർണകാലമായി മാറട്ടെ ഞാൻ ആശംസിക്കുന്നു.